KMMHS പല്ലാർ വൈരങ്കോട് സ്കൂളില് ഇന്നൊരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ സ്കൂളിൽ എത്തിയിട്ട് കാണാം. ഏകദേശം സ്കൂളിന്റെ പരിസരത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. കുട്ടികളൊക്കെ ഇതാ പുറത്ത് മതിലയിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉദ്ഘാടന കർമ്മത്തിന് ശേഷം അടുത്ത ജഡ്ജസ് മാർക്ക് ഇടുന്ന ചടങ്ങിലേക്കാണ്. ആദ്യ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ആദ്യ കൗണ്ടറിൻ്റെ പേര് പലഹാരക്കോലായിട്ടാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ ഡിസ്പ്ലേ തന്നെ ഇവിടെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ഐറ്റംസ് എന്നുള്ള നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാവിൻ്റെ ഇലയിൽ ഓരോ പേര് എഴുതിയിട്ട് അതിമനോഹരമായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓരോ ഐറ്റം. പാക്കിംഗ് റോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം ഇവിടെ കണ്ടില്ലേ, ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ഐറ്റം. അതേപോലെ തന്നെ ഇവിടെ ജഡ്ജസിനെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കൗക്കി, അതായത് കാവുത്തോണ്ടുള്ള ഒരു കിഴി എന്നാണ് നാടൻ ഭാഷയിൽ കൗക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജഡ്ജസ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കൗണ്ടറിലേക്കാണ് ജഡ്ജസ് എത്തിയിട്ടുള്ളത്. ക്യൂസിക്കാന ഫെസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരിട്ട കണ്ടപ്പോൾ തന്നെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള വിവിധ തരം വെറൈറ്റി ഫുഡുകൾ ഇട്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിതുവരെ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒട്ടനേകം ഉണ്ട്. അപ്പോൾ ജഡ്ജസ് വ്യത്യസ്തമായിട്ട് തോന്നിയുള്ള ചില ഐറ്റം ഫുഡുകളൊക്കെ അവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പാൽക്കപ്പത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ജഡ്ജസിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാം എല്ലാം ഒന്നിനൊന്ന് മെച്ചാണെന്നുള്ളത്. മക്കാനി എന്നുള്ള പേരിലാണ് മൂന്നാമത്തെ കൗണ്ടറിലുള്ളത്. ഈ കൗണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് വെറൈറ്റികളാണ് ഈ കാണുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികൾ പൊളിക്കാട്ടാ, അടിപൊളി വൈബ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കണ്ട ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മുടെ തേനാറുണ്ടല്ലോ, തേൻ മുട്ടായി എന്നൊക്കെ പറഞ്ഞാൽ മുട്ടായി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാന്ന് പറഞ്ഞ് സംഭവം കൊള്ളട്ടെ, അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി സാധനം തന്നെയായിരുന്നു. വിവിധ തരം വെറൈറ്റി ഫുഡുകൾ ഉണ്ടെങ്കിലും ജഡ്ജസിന് ഇഷ്ടപ്പെട്ട കാഴ്ചയിൽ തോന്നുന്ന വെറൈറ്റി ആയിട്ട് തോന്നുന്ന ചില ഫുഡുകൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചിലത് കുട്ടികൾ എന്തിനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കാനും പറയുന്നുണ്ട്. ഇനി അടുത്ത കൗണ്ടർ കന കഹാനി, മക്കളെ വന്നോളിയും തിന്നോളിയും കുടിച്ചോളി. ആഹാ, ആ ഒരു പ്രസൻറ്റേഷൻ തന്നെ ഉണ്ടല്ലോ നമ്മൾ ആ കൗണ്ടറിലേക്ക് പോകുന്ന സമയത്ത്. അതന്നെ ഓരോ കുട്ടികളും വെറൈറ്റി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് കിട്ടിയിട്ടുള്ള അടുത്തൊരു വെറൈറ്റി സാധനമായിട്ട് എന്താണ് അതിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ജഡ്ജ്മെന്റുകൾക്ക് ശേഷം എല്ലാവർക്കും ഐറ്റങ്ങൾ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. വേറിട്ട അനുഭവമായി ഫുഡ് ഫെസ്റ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ കുട്ടികളുടെ പാട്ടും കലാപരിപാടികളും സൈഡിൽ നടക്കുന്നുണ്ട്. അടുത്ത കൗണ്ടർ പിഞ്ഞാണം കയ്യിലോട്ടാ. ഇതിനകത്താണ് ഈ ജഡ്ജ്മെൻറ്റ് നോക്കാൻ പോകുന്നത്. പിഞ്ഞാണം കയ്യിലേക്ക് ജഡ്ജസ് കടന്നിരിക്കുന്നത്. നമ്മൾ പണ്ടത്തെ ഐറ്റംസ് ആണ്. 5 രൂപയ്ക്ക് 2 സമോസ കിട്ടുകയില്ല. ഒരു സമോസക്ക് 10 രൂപ. പന കൊണ്ടുള്ള പുഡിങ് ഈ ഒരു കൗണ്ടറിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. നെക്സ്റ്റ് കൗണ്ടർ ഏത് വൈബ്, ഫുഡ് വൈബ്. നമുക്ക് നോക്കാം. ജഡ്ജസിൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കുട്ടികളുടെ കയ്യിലുണ്ട് കേട്ടോ. ഓരോ വെറൈറ്റി ഫുഡിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ കുട്ടികൾ ഉത്തരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതൊക്കെ ഐറ്റം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഈ കൗണ്ടറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ടറിൽ അവർ പേര് എഴുതാൻ വിട്ടു പോയെന്നൊരു സംശയം. പ്രസൻറ്റേഷൻ കൊണ്ട് തീർത്തും വ്യത്യസ്തമായിരുന്നു കേട്ടോ ഈ ഒരു കൗണ്ടർ. ഇതിനകത്ത് വന്ന സമയത്ത് ജഡ്ജസിനെ ആകർഷിച്ചിട്ട് ഫസ്റ്റ് ഇവർ കഴിക്കാൻ നോക്കിയത് ഏതാണെന്ന് അറിയാം. നമ്മുടെ താളും പോളയുണ്ടല്ലോ, നമ്മുടെ നാടൻ പഴയ ട്രഡീഷണൽ ഫുഡ്. നമ്മളെ ജഡ്ജസിൽ ഒരാൾ ടേസ്റ്റ് ചെയ്ത കൂട്ട സംഭവം അടിപൊളിയായിട്ട് ഉഷാറായി തന്നെയാണ് അഭിപ്രായം. അങ്ങനെ ലാസ്റ്റ് കൗണ്ടറിൽ ജഡ്ജ്മെൻറ്റ് എത്തി നിൽക്കുകയാണ്. ഇവിടുത്തതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വിപണനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞ് കുട്ടികളൊക്കെ ഒരേ പൊളിയായിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ എല്ലാ ഫുഡും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട്
വന്നോളിയും വാങ്ങിക്കോളിയും തിന്നോളിയും ഗസ്റ്റോ ഗാല ഫുഡ് ഫെസ്റ്റ് ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിപണനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കൗണ്ടറിൻ്റെ മുമ്പിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ മാഷുമാരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും കച്ചവടത്തിലും അതുപോലെ തന്നെ വാങ്ങാനും വിപണനത്തിനും എല്ലാറ്റിനും മുന്നിട്ട് നല്ലൊരു തിരക്ക് തന്നെ, ഒരു മാർക്കറ്റിൽ പോയ ഫീല് പോലെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു കേട്ടോ. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.